Hi friends, good morning. It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic positive day. എങ്ങനെയുണ്ട്? ഞാൻ ഈ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൈപ്പത്തി കാണിക്കാമെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും തൻ്റെ ഇട കാണിക്കുന്നു. ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു വിത്ത് കറേജിയസ്ലി, moreover frankly. Okay, I'm expressing my thoughts and ideas before you just for the upliftment of the society, not for my personal advantage or advantages. I'm doing this for the upliftment of the society, entire society. Okay, all the best. പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയിപ്പം ഇലക്ഷൻ കഴിയുന്നിടം വരെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം ഏതോ പ്രസ്ഥാനത്തെയോ പാർട്ടിക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ അതായിരുന്നില്ല. നമ്മൾ സ്ക്രൂട്ടിനി നടത്തുന്നു, പരിശോധിക്കുന്നു, പഠിക്കുന്നു, അപ്പോൾ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിപ്പോൾ ഇവിടെ നാളെ ഒരു UDF ഗവൺമെൻറ് വന്നാലും അവർ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് ചെയ്തെന്ന് തന്നെ പറയും, തെറ്റിയതാ തെറ്റിയതെന്ന് പറയും. ഇപ്പം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു മുന്നണിയെ നയിച്ചുകൊണ്ട് ഒന്നാം തരം പ്രതിപക്ഷ നേതാവായിട്ട് പോവുക. അത് സൂപ്പറായിട്ട് പോവുക. അത് പറയുമ്പം ഞാൻ കോൺഗ്രസ്സുകാരനായെന്ന് പറയരുത്. അതായത് കോൺഗ്രസ്സിലാണേലും ഇടതുപക്ഷത്തിൻ്റെ മുന്നണികളിലാണേലും BJPയുടെ മുന്നണിയിലാണേലും നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് പറയും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വിദ്യാഭ്യാസ സംരക്ഷണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത നിയമങ്ങൾ വന്നു. അതൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. ഏതൊരു കുട്ടിക്കും തൻ്റെ ഏറ്റവും സമീപത്തെ സ്കൂളിൽ ഒരു ഡൊണേഷൻ കൊടുക്കാതെ പോകാൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ വിട്ടാൽ അവർക്കൊരു കോംപ്ലക്സ് ഉണ്ടായേക്കാം എന്നതൊഴികെ വിടുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് അതിന് അനുയുക്തമായ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ സ്കൂളുകാർക്ക് ബാധ്യതയുണ്ട്. ആ നിയമം എടുത്ത് ശരിക്കും പരിശോധിച്ചാൽ കാണാം. അപ്പം അത്തരം നിയമങ്ങളൊക്കെ സൃഷ്ടിച്ചു പോയത് മൻമോഹൻ സിംഗാണ്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ, ഭക്ഷ്യസുരക്ഷ ഉറപ്പ്, വിദ്യാഭ്യാസ സംരക്ഷണം, ഇതൊക്കെയാണ് ആ നിയമത്തിൻ്റെ പ്രാമുഖ്യം. അത് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. പക്ഷേ അത്തരത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന നടപടി സ്വീകരിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പം ഞാനൊരു മറ്റൊരു വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നിലവിലുള്ള ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ എന്നെ സ്നേഹിതൻ എന്നെ കളിയാക്കി, ഞാൻ കൈരളി ചാനലിൻ്റെ ബ്രാഞ്ചാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചിരിച്ചു. ഞാൻ ആ സ്നേഹിതനോട് ചോദിച്ചൊരു കാര്യമുള്ളൂ, നിങ്ങളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കേ. 10-19 മന്ത്രിമാരുണ്ട്, തലങ്ങും വിലങ്ങും നടക്കുക. ഒരഴിമതി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ടോ? ഇപ്പോൾ പാവം നമ്മുടെ മിടുമിടുക്കനായ പ്രതിപക്ഷ നേതാവ് കഷ്ടപ്പെട്ടാണ് ഓരോന്നും കൊണ്ട്, പക്ഷെ എല്ലാം പൊട്ടിപ്പൊട്ടി പോവുക. വസതി പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം മനോരമ ഒരു അയാളത് അർഹിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം സുസ്ഥിരമായ സേവനമാണ് ചെയ്തത്. കാരണം ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാതെ അടിപൊളിയായിട്ട് പോകുന്നൊരു ഗവൺമെൻറ്റിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ആകുലപ്പെടുത്തി ഒന്ന് വിറപ്പിച്ച് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെല്ലാം ചീറ്റിപ്പോയി എന്നുള്ളത് വേറൊരു കാര്യം. എന്നാലും അദ്ദേഹം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നല്ലൊരു പ്രോജക്റ്റുമൊക്കെ ആയിട്ട് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, നെഞ്ചത്ത് കൈവച്ച് ഒരു നല്ല സൂപ്പർ പ്രകടന പത്രികയായിട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ അവർക്കിതൊരു ചാൻസാണ്. കാരണം കേരളത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെ കാണിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് പ്രോഗ്രസ് കാർഡും തന്നുകൊണ്ട് നിൽക്കുമ്പം അതിന് കുറഞ്ഞതൊന്നും ആരും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെ ഒന്നും പേര് പറഞ്ഞാലും ജയിക്കാൻ പോവുക. അധ്വാന വർഗത്തിൻ്റെ ഒരു ഇതുണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ ഒന്നും കിട്ടില്ല. ഇപ്പോൾ കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് മോബാണ് ഇവിടുത്തെ.
കേരള പീപ്പിൾ മോർ എഡ്യൂക്കേറ്റഡ് വൺ. അതുകൊണ്ട് ഇവിടെ ഒരുമാതിരി ചെപ്പടി വിദ്യയൊന്നും ഇനി നടക്കത്തില്ല. ബിഹേവ് ഡീസൻ്റ്ലി ആൻഡ് അക്കോർഡിംഗ്ലി എന്ന് വന്നാലേ രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ പറയുന്ന പ്രകടനപത്രിക അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം, എങ്കിലേ ഇനി രക്ഷപ്പെടത്തുള്ളൂ. അപ്പം അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാ മുന്നണികളും, BJP നമ്മൾ തള്ളിക്കളയുന്നില്ല, അവർക്ക് ശ്രമിക്കാം. കേരള ജനതയ്ക്ക് ആവശ്യമായ ഗുഡ് മോർണിംഗ് കേരള ജനതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സംഘടിപ്പിച്ച് തന്നുകൊണ്ട് നൂതനങ്ങളായ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മുമ്പോട്ട് വന്നാൽ ഒരുപക്ഷെ അവരെയും സ്വീകരിക്കും. പിന്നെ നിലവിലുള്ള ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഏതുമില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ജവാന്മാർ വരുന്നുണ്ടോ, ഇവരെ പിടിച്ചടയ്ക്കണം, സുപ്രീം കോടതി വിധി എത്രണ്ണം വന്നു, ഒന്നും നടപ്പായിട്ടില്ല. കോട്ടയം മുനിസിപ്പാലിറ്റിയാണ് ഇവരെ ഷെൽട്ടർ ചെയ്യേണ്ടത്, ചെയ്തിട്ടില്ല. ഞാനിത് പറയുമ്പോൾ വിമർശിക്കാൻ തോന്നരുത്. ഈ പട്ടിയൊന്നും എന്നെ കടിക്കത്തില്ല, ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്, എത്ര വർഷമായി ഞാനിതിൽ നടക്കുന്നു. പക്ഷേ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലൊന്നും സുരക്ഷയില്ല എന്നുള്ള സ്ഥിതി വന്നാൽ മോശമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നിട്ടും ഇനി മേനകാഗാന്ധിയുടെ കാര്യം പറയുന്ന ആരും നിൽക്കേണ്ട. എത്രയും വേഗം ഷെൽട്ടർ ഉണ്ടാക്കുക, അഗ്രസീവ് ഡോഗ്സിനെ കൊല്ലുക, ഒന്ന് കുഴിച്ചു മൂടുക, സിമ്പിൾ ഹമ്പിൾ ആദ്യം ജീവിപ്പിക്കുക. അതാണ് സുപ്രീം കോടതി വിധി. എന്തായാലും വിധിപ്പകർപ്പൊക്കെ മുനിസിപ്പൽ സെക്രട്ടറിയും സ്റ്റാഫൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആക്ഷൻ എല്ലാം പറയുന്നത് ഞങ്ങളാന്ന് പറയുമ്പോഴും, ചെയർമാൻ ഉൾപ്പെടെ പറയുമ്പോഴും, അത് ഔദ്യോഗികമായി പഠിച്ച് അതിനെപ്പറ്റി ഗവേഷണം നടത്തി ഉത്തരവുകളുടെ പിൻബലത്തോടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം മുനിസിപ്പൽ സെക്രട്ടറിയും സ്റ്റാഫും എഴുന്നേൽക്കണം. അവരെ ഉണർത്താനുള്ള നടപടി കൗൺസിൽ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിലേ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ദിവസമായില്ല, ഒന്നും ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ എന്ത് മോശമാണ്. രാവിലെ വരുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, മീറ്റിംഗ് കൂടുന്നു, ചായ കുടിക്കുന്നു, പോകുന്നു. കാര്യം നടക്കുമോ? നടക്കില്ല. താങ്കൾ കോൺഫറൻസ് വിളിക്കണം ചെയർമാൻ. എന്താ ഇതിനെപ്പറ്റി? സുപ്രീം കോടതി വിധിയില്ലേ, ഇനി എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഇനി പ്രത്യേക ഉത്തരവെല്ലാം വേണം ചോദിക്കുക. അപ്പോൾ കാര്യങ്ങൾക്കൊരു ഗൗരവം ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാകും. എന്തൊരു കഷ്ടമാണെന്നറിയോ, ബീച്ചിലൊക്കെ എന്തൊരു പട്ടിക്കൂട്ടാണെന്നറിയോ. അതിനൊക്കെ തകർത്ത് അടക്കി ഒതുക്കി നിർത്തേണ്ട കാലം കഴിഞ്ഞു. നമുക്ക് പേടിയാണ്, പോകും വലിയ വടിയൊക്കെ വണ്ടി വെച്ചോണ്ടാണ് പോകുന്നത്. കഷ്ടമുണ്ടല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ കൗൺസിലൊക്കെ പുതിയതാണ് എന്നും പറഞ്ഞ് പഠിക്കാൻ 6 മാസം എടുക്കണ്ട. അറിവുള്ളവർ ധാരാളം ഉണ്ടല്ലോ എല്ലാ പാർട്ടിയും. ചോദിക്കുക, മനസ്സിലാക്കുക. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മുൻ ചെയർമാനുണ്ട്. കാരണം ഭൂരിപക്ഷമൊന്നുമില്ല, സ്വതന്ത്രമായിട്ട് ജയിച്ച് 5 വർഷം ചെയർമാനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർ കണ്ണും കാതും മൂടി എത്ര സഹിച്ച് കാണുമെന്ന് ഞാൻ ഓർക്കുക. കാരണം അവർക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. അപ്പം അത് വലിയ പാടാണ് അങ്ങനെയൊക്കെ. എന്നാൽ അവരത് എഴുതിയെത്തും. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ ഒത്തിരി കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും യു മസ്റ്റ് ഡു സംതിങ് പോസിറ്റീവ്ലി അർജൻറ്റ്ലി. വി ആർ ഗോയിങ് ടു ഫേസ് എലക്ഷൻ. അപ്പം പറയണ്ടേ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ശക്തമായി മുന്നോട്ട് വരണം. ഞങ്ങളുടെ ചിങ്ങവനം പ്രദേശത്തുള്ള പട്ടികളെ, റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള പട്ടികളെ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള പട്ടികളെയൊക്കെ പിടിച്ച് അവരെ ഷെൽട്ടർ ചെയ്യേണ്ടവരെ ഷെൽട്ടർ ചെയ്യണം. അഗ്രസീവ് ഡോഗ്സിനെ കൊന്ന് നശിപ്പിക്കണം. പിന്നെ ഈ അവർ പ്രസവിക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ സ്ട്രോങ് ആക്കണം. എന്നെ പറയുന്ന പേര് ഞാൻ മറന്നു, അത് സ്ട്രോങ് ആക്കണം. എന്തായാലും സാമാന്യ ജനങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കണം. ഇപ്പോൾ കുട്ടികളെയൊക്കെ വീടിന് ഉള്ളിൽ അവരുടെ തൊടിയിൽ കയറി മുറ്റത്തിട്ട് കടിക്കുന്നതൊക്കെ പറഞ്ഞിട്ടും ആരും അനങ്ങുന്നില്ലല്ലോ ഞാൻ ഓർക്കുന്നു. ഒരു കോടതിയും ഒരു കേസും പ്രഥമദൃഷ്ടി എടുക്കുന്നില്ല. എടുക്കേണ്ടത് അവസ്ഥ ഹൈക്കോടതിയൊക്കെ എടുത്ത് 2 എണ്ണത്തിനെ പനിഷ് ചെയ്താലേ ഉള്ളൂ ഇത് ശരിയാകത്തുള്ളൂ. 2 ഉദ്യോഗസ്ഥന്മാരെ അത് പനിഷ് ചെയ്യുമ്പം എല്ലാവർക്കും ചാടി ഇറങ്ങാനുള്ള ഒരു ഉദ്ബോധനം ഉണ്ടാകും. എന്തായാലും തീർച്ചയായിട്ടും ഗവൺമെൻറ് ചെയ്യാനേ ഗവൺമെൻറ്റിന് കഴിയത്തുള്ളൂ. നിയമങ്ങൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ചേർന്ന് ഇവരെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇത് ഭംഗിയായിട്ട് നടപ്പാക്കപ്പെടുക. എല്ലാവരും നമുക്ക് ഒരുമിക്കാം, ഞങ്ങളുമൊക്കെ റെഡിയാണ്. നമുക്ക് ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒന്നിച്ചൊന്നായി പോരാടണം. എന്തായാലും ഏകപക്ഷീയമായി ഇനി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളിനി വീഡിയോ നമ്മുടെ പൊതു ചാനലാണ്, പൊതുവായി വീക്ഷണം വെച്ച് പുലർത്തുന്നതാണ്. ചില നല്ല കാര്യം കാണുമ്പോൾ നല്ലതാണെന്ന് പറയുന്നതേ ഉള്ളൂ, ചീത്ത കാര്യം കാണുമ്പോൾ ചീത്തയാണെന്ന് പറയുകയും ചെയ്യും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. നമുക്ക് ഇലക്ഷൻ വരികയാണ്. എല്ലാവരും 10 പ്രാവശ്യം ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിയോടുകൂടി തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജാതിയോ മതമോ മറ്റ് ഇടപാടുകളോ പണമോ ഒന്നും നമ്മളെ സ്വാധീനിക്കേണ്ട വരരുത്. നമ്മൾ യുക്തിനിഷ്ഠമായി നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം ചിന്തിയ ധീരന്മാരായ അനേക ലക്ഷം പോരാളികളുണ്ട്. നമ്മുടെ ഗാന്ധിജിയുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം മരിച്ച ഇന്ദിരാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, അങ്ങനെ തുടങ്ങി. രാഹുലല്ല, സഞ്ജയ് ഗാന്ധിയുണ്ട്. അപ്പം നമ്മളതെല്ലാം ശ്രദ്ധിച്ച്, രാഹുൽജി പ്രതിപക്ഷ നേതാവായിട്ട് വളരെ നന്നായിട്ട് പ്രശോഭിക്കുന്നുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് ആ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.